ക്ലാസ്സിലെ കുട്ടികൾക്ക് മാസ്റ്റേഴ്സിൻ്റെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ നമ്പർ വേൾഡ്, രണ്ടാമത്തെ ചാപ്റ്റർ വെൻ ലൈൻസ് ജോയിൻ, ഈ രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. കണക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഈക്വൽ ഷെയറിങ്. ഈക്വൽ ഷെയറിങ് അല്ലെ, അതായത് തുല്യമായി എന്ത് ചെയ്യുക, ഭാഗം വയ്ക്കുക. അപ്പോൾ തുല്യമായി ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങൾ രണ്ട് കൂട്ടുകാരുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്. രണ്ട് കൂട്ടുകാരുടെ കയ്യിൽ എന്തുണ്ട്? 10 മിഠായി ഉണ്ട്. ഒരാളുടെ കയ്യിൽ 6 എണ്ണവും ഒരാളുടെ കയ്യിൽ 4 എണ്ണവുമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് രണ്ടുപേർക്കും കൂടി തുല്യമായിട്ട് ഭാഗം വയ്ക്കണം. രണ്ടുപേർക്കും കൂടി തുല്യമായിട്ട് ഭാഗം വയ്ക്കണം. അപ്പോൾ ഒരാളുടെ കയ്യിൽ 6 എണ്ണവും ഒരാളുടെ കയ്യിൽ 4 എണ്ണവുമാണുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ എണ്ണം മിഠായി കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 6 എണ്ണമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഒരെണ്ണം ആർക്ക് കൊടുക്കണം? 4 എണ്ണമുള്ള ഒരാളുടെ കയ്യിൽ കൊടുക്കണം. ശരിയല്ലേ? 6 എണ്ണമുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഒരെണ്ണം എന്ത് ചെയ്യണം? 4 എണ്ണമുള്ള ആളുടെ കയ്യിലേക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടുപേർക്കും തുല്യ എണ്ണമായി. എന്ന് വെച്ചാൽ എത്ര എണ്ണം വീതമായി? അതായത് ഒരെണ്ണം 6-ൽ നിന്നും ഒരെണ്ണം 4-ന് കൊടുക്കുമ്പോൾ 4 എന്നുള്ളത് എത്രയാവൂടെ? 4-നോട് കൂടി 1 കൂടി കൂടും. അതായത് 5 എണ്ണമാകും. 4 എണ്ണം ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ എത്ര എണ്ണമാവും? 5 എണ്ണമാകും. 1 കൂടെ കിട്ടുമ്പോൾ 5 എണ്ണമാകും. ദെൻ 6 ഒരാളുടെ കയ്യിൽ നിന്ന് 1 എന്ത് ചെയ്തു? കുറഞ്ഞു. 1 കുറഞ്ഞു. അതായത് എത്രയായി? ആളുടെ കയ്യിലും 5 എണ്ണമായി. അപ്പോൾ 4 എണ്ണമുള്ള ഒരാളുടെ കയ്യിൽ 1 കൂടി 5 എണ്ണമായി. 6 എണ്ണമുള്ള ഒരാളുടെ കയ്യിൽ 1 കുറഞ്ഞ് 5 എണ്ണമായി. അപ്പോൾ രണ്ടുപേർക്കും എന്തായി? തുല്യമായിട്ട് എന്ത് കിട്ടി? ആ സ്വീറ്റ് കിട്ടി, ആ മുട്ടായി കിട്ടി. ശരിയല്ലേ? ഇനി നിങ്ങളുടെ ടീച്ചർ, നിങ്ങളുടെ ക്ലാസ് ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികളുണ്ട്. അപ്പോൾ ഈ 20 കുട്ടികൾക്കുമായിട്ട് നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്തു? 40 മിഠായിയുള്ള ഒരു പാക്കറ്റ് മിഠായി കൊണ്ടുവന്നു. 40 മിഠായിയുള്ള ഒരു പാക്കറ്റ് എന്ത് ചെയ്തു? നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യുക? എല്ലാവരും എന്ത് ചെയ്യുക? തുല്യമായി വീതിച്ചെടുക്കുക, തുല്യമായിട്ട് ഈക്വലായിട്ട് ഷെയർ ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരു പാക്കറ്റിൽ എത്ര എണ്ണമുണ്ട്? 40 എണ്ണമുണ്ട്. എത്ര എണ്ണമുണ്ട്? 40 എണ്ണം. അപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട്? മൊത്തം 20 പേരുണ്ട്. അപ്പോൾ 40 എണ്ണം നിങ്ങളുടെ ടീച്ചർ കൊണ്ടുവന്നു. നിങ്ങൾ മൊത്തം 20 പേരാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര വീതം കിട്ടും? നമുക്ക് ചെയ്യാം. ആദ്യം ഈ 40 എണ്ണത്തിൽ നിന്നും ഓരോ എണ്ണം വീതം ആർക്ക് കൊടുക്കാം? ഈ 20 പേർക്കും കൊടുക്കാം. 40 എണ്ണത്തിൽ നിന്നും ഓരോ എണ്ണം വീതം 20 പേർക്കും കൊടുത്തു. അപ്പോൾ ഓരോ എണ്ണം വീതം 20 പേർക്കും കൊടുക്കുമ്പോൾ 20 പേരിൽ ഓരോരുത്തരുടെയും കയ്യിൽ എത്ര മിഠായി വീതമായി? 1 മിഠായി വീതമായി. ശരിയല്ലേ? ഓരോരുത്തരുടെയും കയ്യിൽ 1 മിഠായി വീതമായി. അതായത് 40 എണ്ണത്തിൽ നിന്നും ഓരോ എണ്ണം വീതം എല്ലാവർക്കും കൊടുത്തപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും 1 മിഠായി വീതമായി. അപ്പോൾ ആ പാക്കറ്റിൽ, ആ 40 എണ്ണം ഉണ്ടായിരുന്ന പാക്കറ്റിൽ ഇപ്പോൾ എത്ര എണ്ണം ബാക്കിയുണ്ട്? 40 മൈനസ് 20. എത്ര എണ്ണം ബാക്കിയുണ്ട്? 40 മൈനസ് 20. 40 മൈനസ് 20 എത്രയാണ്? 20 ആണ്. ബാക്കി എത്രയുണ്ട്? 20 എണ്ണമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ആ 20 എണ്ണത്തിൽ വീണ്ടും എന്ത് ചെയ്തു? തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. തുല്യമായിട്ട് വീണ്ടും വീതിച്ച് കൊടുത്തു. എത്ര എണ്ണം വീതം? ഓരോ എണ്ണം വീതം. ഈ 20 എണ്ണത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഓരോ എണ്ണം വീതം ഓരോരുത്തർക്കും കൊടുത്തു. അപ്പോൾ ഒരാളുടെ കയ്യിൽ എത്ര എണ്ണമായി? ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നു, 1 കൂടിയായി. എത്രയായി? 1 കൂടിയായി. അപ്പോൾ ഒരാളുടെ കയ്യിൽ മൊത്തം 2 എണ്ണമായി. ഒരാളുടെ കയ്യിൽ 2 എണ്ണമായി. അപ്പോൾ നേരത്തെ 20 എണ്ണമല്ലേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 20 എണ്ണവും എന്ത് ചെയ്തു? 20 പേർക്കും ഓരോന്ന് വീതം കൊടുത്തപ്പോൾ ബാക്കി എത്രയുണ്ട്? 20-ൽ നിന്നും 20 കുറച്ചാൽ എത്രയുണ്ട്? 0 ആണുള്ളത്. എന്ന് വെച്ചാൽ മിഠായി മുഴുവൻ എന്ത് ചെയ്തു? തുല്യമായിട്ട് വീതിച്ചു കൊടുത്തു. ഇനി ആ പാക്കറ്റിൽ എന്തില്ല? മിഠായി ഇല്ല, കവർ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അതായത് എന്ത് ചെയ്തു? 40 മിഠായി 20 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം വീതം കിട്ടി? 2 എണ്ണം വീതം കിട്ടി. എത്ര എണ്ണം വീതം കിട്ടി? 2 എണ്ണം വീതം കിട്ടി. ശരിയല്ലേ? പറഞ്ഞു മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്തു? നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ടീച്ചർ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി, ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തി. അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരായതുകൊണ്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും എന്ത് കിട്ടി? മുഴുവൻ മാർക്കും കിട്ടി. അപ്പോൾ എല്ലാവർക്കും മുഴുവൻ മാർക്കും കിട്ടി. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് നടത്തുമ്പോൾ നിങ്ങൾ ടീച്ചർ പറഞ്ഞിരുന്നു, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് എന്തുണ്ടാവും? 2 പേന സമ്മാനമായിട്ട് തരും. 2 പേന ഗിഫ്റ്റ് ആയിട്ട് തരും.
അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരാൾക്ക് 2 പേന ഗിഫ്റ്റ് ആയിട്ട് തരും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ 20 പേർക്കും എന്ത് ചെയ്തു? 20 പേർക്കും എന്ത് ചെയ്തു? 20 പേരിൽ എല്ലാവർക്കും എന്ത് ചെയ്തു? മുഴുവൻ മാർക്കും കിട്ടി. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും? എല്ലാവർക്കും സമ്മാനം തരണ്ടേ? അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 2 പേന വീതം ടീച്ചർ എന്ത് ചെയ്യണം? സമ്മാനം തരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 20 പേർക്ക് കൂടി ടീച്ചർ എത്ര പേന തരണം? 2 × 20. അതായത് ഒരാൾക്ക് 2 പേന വീതം 20 പേർക്ക് എത്ര പേന? 40 പേന തരും. എത്ര പേന തരണം? 40 പേന തരണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാലോ. 2നെ 20 കൊണ്ട് ഗുണിച്ചപ്പോൾ 40 പേന. ഒരാൾക്ക് 2 പേന വീതം 20 കുട്ടികൾക്ക് കൊടുത്തപ്പോൾ 40 പേനയായി. അങ്ങനെയാണെങ്കിൽ 40 പേന 20 പേർക്ക് കൊടുത്തപ്പോൾ 40 പേന 2 വീതം 20 പേർക്ക് കൊടുത്തപ്പോൾ 40 പേന 20 പേർക്ക് വീതിച്ചപ്പോൾ തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടും? 2 കിട്ടും അല്ലേ? ശരിയല്ലേ? എന്ത് കിട്ടും? 2 കിട്ടും. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ക്രിയ കൂടി പഠിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു? അടിസ്ഥാനമായിട്ട് 4 ക്രിയകളുണ്ടോ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനമായിട്ട് 4 ക്രിയകളുണ്ടെന്ന് നമുക്ക് അറിയാം. ഏതൊക്കെയാണ് ഗണിതത്തിലെ അടിസ്ഥാന ക്രിയകൾ? 4 എണ്ണം ഏതൊക്കെയാണ്? പറഞ്ഞേ. അഡിഷൻ അല്ലെ? കൂട്ടല്, ദെൻ കുറയ്ക്കൽ സബ്ട്രാക്ഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഗുണനം, അതുപോലെ അവസാനത്തേതാണ് ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം. ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം എന്ന് പറയുന്ന ആ ഒരു ഗണിത ക്രിയയെ കുറിച്ചാണ്, ആ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ കഴിഞ്ഞ 4ാം ക്ലാസ് വരെ നിങ്ങൾ എന്ത് ചെയ്തു? കൂട്ടാൻ പഠിച്ചു, ആഡ് ചെയ്യാൻ പഠിച്ചു, സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു, കുറയ്ക്കാൻ പഠിച്ചു, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഗുണിക്കാൻ പഠിച്ചു അല്ലേ? അപ്പോൾ 4ാമത്തെ ക്രിയയായ ഹരണം അഥവാ ഡിവിഷൻ ആണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? 3ാമത്തെ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. അപ്പോ 40 പേന 20 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 2 വീതം കിട്ടി. ഈ ക്രിയ ചെയ്തത് എന്തുപയോഗിച്ചിട്ടാണ്? ഹരണം എന്ന് പറയുന്ന ക്രിയ ഉപയോഗിച്ചിട്ടാണ്. ഹരണം എന്ന് പറയുന്ന ക്രിയാരീതി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തത്? 40 പേന 20 പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് എത്ര എണ്ണം വീതം കിട്ടിയെന്ന് കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ വീടിനടുത്ത് ഓണാഘോഷം നടക്കുകയാണ്. നിങ്ങളുടെ വീടിനടുത്ത് എന്ത് നടക്കുകയാണ്? ഓണാഘോഷം നടക്കുകയാണ്. അപ്പോൾ ഓണാഘോഷത്തിൽ എന്ത് ചെയ്യുന്നു? മിഠായി പെറുക്കൽ മത്സരം നടത്തുന്നു. എന്താണ്? മിഠായി പെറുക്കൽ മത്സരം നടത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? മിഠായി പെറുക്കൽ മത്സരത്തിൽ കുറേ മിഠായി എന്ത് ചെയ്തു? അവരെ നിങ്ങൾക്ക് എവിടെനിന്നാണ് എടുക്കേണ്ടത് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എല്ലാവരും എന്ത് ചെയ്യുക? മിഠായി എടുക്കുക. എല്ലാവരും എന്ത് ചെയ്യുക? മിഠായി എടുക്കുക. നിങ്ങൾ 10 പേർ മത്സരിച്ചു. എത്ര പേർ മത്സരിച്ചു? 10 പേർ മത്സരിച്ചു. അപ്പോൾ സമയം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഓരോരുത്തരും 10 പേരിൽ ഓരോരുത്തരും 4 മിഠായി വീതമാണ് എടുത്തത്. എത്ര വീതമാണ് എടുത്തത്? 4 മിഠായി വീതമാണ് എടുത്തത്. 10 പേരിൽ ഓരോരുത്തരും സമയം കഴിയുമ്പോൾ 4 മിഠായി വീതം എടുത്തു. അങ്ങനെയാണെങ്കിൽ 10 പേരിൽ ഓരോരുത്തരും 4 മിഠായി വീതം എടുത്തെങ്കിൽ അവരാകെ എത്ര മിഠായി ആയിരിക്കും അവർ വച്ചത്? അതായത് സമയം കഴിയുമ്പോഴേക്കും മിഠായി മുഴുവൻ തീരുകയും നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ 4 മിഠായി വീതം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർ മൊത്തം എത്ര മിഠായി ആയിരിക്കും ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ടാവുക? എന്ത് ചെയ്യാം? 10 × 4 എത്രയെന്ന് കിട്ടും? 40 എന്ന് കിട്ടും അല്ലേ? ഒരാളുടെ കയ്യിൽ 4 വീതം 10 പേർക്കാകുമ്പോൾ എത്രയായി? 10 × 4 40 മിഠായി എല്ലാവരുടെയും കയ്യിൽ ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ 40 മിഠായി ഉണ്ട്. ഓക്കെ ആണല്ലോ? പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോ 40 മിഠായിയെ നിങ്ങൾ 10 പേർ ചേർന്ന് തുല്യമായി വീതിച്ചു എന്നൊരർത്ഥം കൂടി ഇതിനില്ലേ? അതായത് ആകെ 40 മിഠായി ഉണ്ടായിരുന്നു. നിങ്ങൾ 10 പേരുടെയും കയ്യിൽ ഓരോരുത്തരുടെയും കയ്യിൽ 4 വീതം ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാവരുടെയും കയ്യിലുള്ള മിഠായികളുടെ എണ്ണം തുല്യമാണ്. അപ്പോൾ ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ആകെയുള്ള 40 മിഠായിയെ നിങ്ങൾ എന്ത് ചെയ്തു? 10 പേർ കൂടി ചേർന്ന് തുല്യമായി വീതിച്ചു. 10 പേർ കൂടി ചേർന്ന് തുല്യമായി വീതിച്ചു. അപ്പോൾ എത്ര മിഠായി കിട്ടി ഒരാളുടെ കയ്യില്? 4 മിഠായി കിട്ടി. അപ്പോൾ തുല്യമായി വീതിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ ഏതാണ്? ഡിവിഷൻ അല്ലെങ്കിൽ ഹരണമാണ്. എന്താണ്? ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ തുല്യമായി വീതിക്കുന്നതിന്
നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയ ഏതാണ്? ഡിവിഷൻ അല്ലെങ്കിൽ ഹരണമാണ്. ഓക്കെ ആണല്ലോ. ഇനി രൂപ എത്രയാണ്? 100 രൂപ 5 പേർ ചേർന്ന് തുല്യമായി വീതിച്ചെടുത്താൽ 100 രൂപ 5 പേർ ചേർന്ന് തുല്യമായി വീതിച്ചെടുത്താൽ 100 രൂപ 5 പേർ ചേർന്ന് തുല്യമായി വീതിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും? ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും? കണ്ടുപിടിക്കാം അല്ലേ? 100 രൂപ 5 പേർ ചേർന്ന് തുല്യമായി വീതിച്ചെടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 രൂപ അതിൽ 100 രൂപ എന്ത് ചെയ്തു? 5 പേർ ചേർന്ന് തുല്യമായി വീതിച്ചെടുത്തു. ഈ 5 പേരിൽ ഓരോരുത്തരും ആദ്യം എന്ത് ചെയ്യുന്നു? 10 രൂപ വീതം എടുക്കുന്നു. എത്ര രൂപ വീതം എടുക്കുന്നു? 10 രൂപ വീതം. ആ 100 രൂപയിൽ 10 രൂപ വീതം, എല്ലാം 10 രൂപ നോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ 100 രൂപയിൽ എന്ത് ചെയ്തു? 10 രൂപ വീതം എന്ത് ചെയ്തു? ഓരോരുത്തരും എടുത്തു. അപ്പോൾ ഈ 100 രൂപയിൽ 10 രൂപ വീതം ഓരോരുത്തരും എടുത്തപ്പോൾ ബാക്കി 5 പേരും എടുത്തപ്പോൾ എത്ര രൂപയായി? 50 രൂപയായി അല്ലേ? 5 ഗുണം 10 50 രൂപയായി. അപ്പോൾ 50 രൂപയായാൽ ബാക്കി എത്രയുണ്ട്? ബാക്കി എത്രയുണ്ട്? 50. ബാക്കി എത്രയുണ്ട്? 50. അപ്പോൾ 100 രൂപയിൽ 10 രൂപ വീതം 5 പേർ എടുത്തപ്പോൾ ബാക്കി എത്രയുണ്ട്? അതിനകത്ത് 50 രൂപ ബാക്കിയുണ്ട്. ഈ 50 രൂപയിൽ നിന്നും വീണ്ടും 10 രൂപ വീതം 5 പേരും എടുത്താലോ? വീണ്ടും 10 രൂപ വീതം 5 പേരും എടുത്താലോ? ബാക്കി എന്തുണ്ട്? 0 രൂപയുണ്ട്. എത്ര രൂപയുണ്ട്? 0 രൂപയുണ്ട്. അതായത് 50 രൂപയിൽ നിന്നും വീണ്ടും 50 കൂടി കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും 0 രൂപ ബാക്കിയുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം 10 രൂപ വീതം എടുത്തു, രണ്ടാമതും 10 രൂപ വീതം എടുത്തു. അപ്പോൾ ആകെ ഒരാൾക്ക് എത്ര രൂപ കിട്ടി? 10ഉം 10ഉം 20 രൂപ കിട്ടി. ആകെ ഒരാൾക്ക് 10ഉം 10ഉം 20 രൂപ വീതം ലഭിച്ചു. ഓക്കെ ആണല്ലോ. അതായത് 100നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. എത്ര രൂപ കിട്ടും? 20 എന്ന് കിട്ടും. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അല്ലാതെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? 100 രൂപ കിട്ടാൻ 5നെ എത്ര കൊണ്ട് ഗുണിക്കണം? 100 രൂപ കിട്ടാൻ 5നെ എത്ര കൊണ്ട് ഗുണിക്കണം? 20 കൊണ്ട് ഗുണിക്കണം അല്ലേ? ശരിയല്ലേ? 20 ഗുണം 5 സമം 100 ആണ്. 20 ഗുണം 5 സമം 100 ആണ്. അപ്പോൾ 100 രൂപ കിട്ടാൻ 5 അല്ലെങ്കിൽ 20നെ 5 കൊണ്ട് ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 കിട്ടും. അതായത് ഇവിടെ ചെയ്തതിന്റെ നേരെ വിപരീതമാണ് നമ്മൾ ചെയ്തത് അല്ലേ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഡിവിഷൻ ആണ് ചെയ്തത്. എന്താണ് ചെയ്തത്? ഡിവിഷൻ ആണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണ്? ഗുണനത്തിന്റെ വിപരീത ക്രിയയാണ് ഹരണം. അതായത് എന്താണ്? ഡിവിഷൻ ഈസ് ദ ഇൻവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഓർ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ഈസ് ദ ഓപ്പോസിറ്റ് ഓപ്പറേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ വിപരീത ക്രിയയാണ്, ഓപ്പോസിറ്റ് ക്രിയയാണ് ഏത്? ഡിവിഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിവിഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഓപ്പോസിറ്റ് ക്രിയയാണ് ഡിവിഷൻ. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ മൾട്ടിപ്ലിക്കേഷന് നേരെ ഓപ്പോസിറ്റ് ക്രിയയാണ് ഡിവിഷൻ. ഇനി ഏതോ ഒരു സംഖ്യയെ എന്താണ്? ഏതോ ഒരു സംഖ്യയെ നമുക്കറിയില്ല, ഏതോ ഒരു സംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. ഏതോ ഒരു സംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അല്ലെങ്കിൽ ഏതോ ഒരു സാധനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 8 തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ, 8 ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ എന്ത് കിട്ടി? 9 കിട്ടി. 8 ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ 8 ഈക്വൽ പാർട്സ് ആക്കിയപ്പോൾ 9 കിട്ടിയെങ്കിൽ ഇവിടെ എത്രയാണ് ഉണ്ടായിരുന്നത്? എത്രയാണ് ഉണ്ടായിരുന്നത്? 8 ഗുണം 9. എത്രയാണ്? 8 ഗുണം 9 72. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഗുണിച്ചിരിക്കുകയായിരുന്നു അല്ലേ? ഹരിച്ചിരിക്കുകയായിരുന്നു, ഡിവൈഡ് ചെയ്യായിരുന്നു അല്ലേ? നമ്മൾ എന്ത് ചെയ്തു? കിട്ടിയതിനെ എത്ര തുല്യ ഭാഗങ്ങളാണോ ആക്കിയത്, എത്ര തുല്യ ഭാഗങ്ങൾ, എത്ര പേർക്ക് തുല്യമായി വീതിച്ചുവോ അതിനെ തുല്യ ഭാഗങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു. ശരിയല്ലേ?
ഇവിടെ എന്താണ്, എത്ര പേർക്ക് നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തുവോ, ഈക്വലായിട്ട് ഷെയർ ചെയ്തുവോ, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? ഈക്വൽ പാർട്ടുകളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 72നെ അല്ലെങ്കിൽ 72 എണ്ണത്തെ എന്തെങ്കിലും 72 എണ്ണത്തെ 8 തുല്യ ഭാഗങ്ങളാക്കിയാൽ, 8 ഈക്വൽ പാർട്സ് ആക്കിയാൽ ഒരാൾക്ക് എത്ര കിട്ടും? 9 പാർട്ട് കിട്ടും. എത്ര പാർട്ട് കിട്ടും? 9 പാർട്ട് കിട്ടും. ഇനി 72 എന്നുള്ളത് ആപ്പിളിന്റെ എണ്ണമാണെങ്കിലോ 8 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് 9 ആപ്പിൾ കിട്ടും. ശരിയല്ലേ? 72 എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ എണ്ണമാണെങ്കിൽ 8 പേർക്ക് തുല്യമായി വീതിച്ചാൽ 9 ഭാഗം കിട്ടും. ഇനി ഈ 72 ആപ്പിളിനെ 9 പേർക്കാണ് തുല്യമായി വീതിക്കുന്നതെങ്കിലോ 9 പേർക്ക് തുല്യമായി വീതിച്ചാലോ 72 ആപ്പിളിനെ 9 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? 8 ഭാഗം കിട്ടും. എത്ര ഭാഗം കിട്ടും? 8 ഭാഗം കിട്ടും. ശരിയല്ലേ? എത്ര ഭാഗം കിട്ടും? ഇവിടെ 8 ഭാഗം കിട്ടും. ഓക്കെ ആണല്ലോ? അതായത് 9 ഗുണം 8 72 ആണ്. എന്താണ്? 9 ഗുണം 8 72 ആണ്. ഓക്കെ ആണല്ലോ? അതായത് നമ്മളിവിടെ ചെയ്തത് 9 ഗുണം 8 72 ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് 72നെ 8 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടുമെന്നും 72നെ 9 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടുമെന്നും നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്നും കണ്ടെത്തി. 72നെ 8 കൊണ്ട് ഹരിച്ചാൽ 9 കിട്ടുമെന്നും 72നെ 9 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടുമെന്നും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നിന്നും കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? നമുക്ക് 9 ഗുണം 8 72 ആണെന്ന് അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, ഗുണന പട്ടികകൾ എന്ത് ചെയ്യുക? 10 വരെ ഉള്ളതെങ്കിലും എന്ത് ചെയ്യുക? മൊത്തം പഠിച്ചിരിക്കണം. 10 വരെ ഉള്ളത് ഓരോന്നും 10 വരെ. അതേപോലെ 2ന്റെ ടേബിൾ ആണെങ്കിൽ അത് 10 വരെ, 3ന്റെ ആണെങ്കിൽ അത് 10 വരെ, 4ന്റെ ആണെങ്കിൽ അത് 10 വരെ. അങ്ങനെ ഓരോന്നിന്റെ ടേബിളും 10 വരെയെങ്കിലും, ഏത് സംഖ്യ വരെ? 10ന്റെ ടേബിൾ വരെ, 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ ഗുണനപ്പട്ടിക, ഓരോ പട്ടികയും 10 വരെ, ഓരോ ടേബിളും 10 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? ദെൻ 72 ഗുണം 72 ഭാഗം 8 9. 72 ഡിവൈഡഡ് ബൈ 8 സമം 9. 72 ഡിവൈഡ് ബൈ 9 സമം 8. അപ്പോൾ ഈ ചിഹ്നം, ഈ രണ്ടിന്റെയും ഇടയിൽ എഴുതിക്കുന്ന ഈ ഒരു ചിഹ്നം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ സൈൻ. എന്താണ്? ഡിവിഷൻ സൈൻ. അപ്പൊ 72 ഡിവൈഡ് ബൈ 8 അഥവാ 72 ഡിവൈഡ് ബൈ 9 സമം എന്ത് കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ഇടയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചിഹ്നത്തെ നമ്മൾ എന്ത് വിളിക്കും? ഡിവിഷൻ സൈൻ എന്ന് വിളിക്കും. അതായത് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെ, ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെ എന്തെന്ന് വിളിക്കുന്നു? ഡിവിഷൻ സൈൻ എന്ന് വിളിക്കുന്നു. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ഡിവിഷൻ സൈൻ എന്ന് വിളിക്കുന്നു. ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ഡിവിഷൻ സൈൻ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നത്തെ ഡിവിഷൻ സൈൻ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്തിനെ പറ്റിയാണ്? ഡിവിഷനെ പറ്റിയാണ്, ഹരണത്തെ പറ്റിയാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു ചെറിയ ടേബിൾ ഇവിടെ വരച്ചിടാം. ചെറിയ ഒരു ടേബിൾ ഇവിടെ വരച്ചിടാം. ഇതില് ഇവിടെ ഞാൻ 80 എന്ന് എഴുതുന്നു. എന്തെഴുതുന്നു? 80. അതുപോലെ ഇവിടെ 63 എന്ന് എഴുതുന്നു. ഇവിടെ 45 എന്ന് എഴുതുന്നു. 45 എന്ന് എഴുതുന്നു. ഓക്കെ ആണല്ലോ? 45 എന്ന് എഴുതുന്നു. ദെൻ 9 10 9 9. അതായത് 80 63 45 3 സംഖ്യകളാണ് അല്ലേ? ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു? 3 സാധനങ്ങളുടെ എണ്ണമാക്കി എടുക്കുന്നു. 80 ലഡ്ഡു 10 പേർക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്തു. 80 ലഡ്ഡു 10 പേർക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്താൽ, ഈക്വലായിട്ട് ഷെയർ ചെയ്താൽ, അങ്ങനെ പറയുക, ഈക്വലായിട്ട് ഷെയർ ചെയ്താൽ, അപ്പോ 80 ലഡ്ഡു 10 പേർക്ക് ഈക്വലായിട്ട് ഷെയർ ചെയ്താൽ ഒരാൾക്ക് എത്ര വീതം കിട്ടും? 10നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാ 80 ആവുക? 8 കൊണ്ട് ഗുണിച്ചാലാണ് 80 ആകുന്നത്. 10നെ 8 കൊണ്ട് ഗുണിച്ചാൽ 80 ആകുന്നു. അങ്ങനെയാണെങ്കിൽ 80നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്രയാകും? 8 ആകും. ശരിയല്ലേ? എത്രയാകും? 8 ആകും. ശരിയല്ലേടേ?
ഇനി 63 ഓറഞ്ച് എത്രയാണ്? 63 ഓറഞ്ച് 9 പേർക്ക് തുല്യമായി ഡിവൈഡ് ചെയ്യുന്നു. 63 ഓറഞ്ച് 9 പേർക്ക് തുല്യമായി ഡിവൈഡ് ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 63 ഓറഞ്ച് 9 പേർക്ക് തുല്യമായി ഡിവൈഡ് ചെയ്താൽ, വീതിച്ചാൽ, ഷെയർ ചെയ്താൽ ഒരാൾക്ക് എത്ര കിട്ടും? 9നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാ 63 ലഭിക്കുക? 7 കൊണ്ട് ഗുണിച്ചാലാണ് അല്ലേ? 9ന്റെ ടേബിൾ ഒന്ന് പറഞ്ഞു നോക്കിയാൽ പോരെ? 1 ഗുണം 9 9, 2 ഗുണം 9 18, 3 ഗുണം 9 27, 4 ഗുണം 9 36, 5 ഗുണം 9 45, 6 ഗുണം 9 54, 7 ഗുണം 9 63. അപ്പോൾ 63 9ന്റെ ഗുണനപ്പട്ടികയിൽ എത്രാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നു? 7ാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നു. 9 ഗുണം 7 63. ഓക്കെ ആണല്ലോ. ദെൻ 9ന്റെ ടേബിളിൽ 45ഓ? 5ാമത്തെ പ്രാവശ്യം അല്ലേ? 9 ഗുണം 5 45. 9 ഗുണം 5 45. ഓക്കെ ആണല്ലോ, പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇത് തമ്മിൽ ഗുണിച്ച് നോക്കി. അതായത് ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇതാണെങ്കിൽ, 9ഉം 5ഉം കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 45 ആണെങ്കിൽ 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. അതുപോലെ 9ഉം 7ഉം കൂടി ഗുണിക്കുമ്പോൾ 63 കിട്ടുന്നുവെങ്കിൽ 63നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 63 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. അതുപോലെ 10ഉം 8ഉം കൂടി ഗുണിക്കുമ്പോൾ 80 കിട്ടുന്നുവെങ്കിൽ, എത്ര കിട്ടുന്നുവെങ്കിൽ? 80 കിട്ടുന്നുവെങ്കിൽ 10ഉം 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 കിട്ടുന്നുവെങ്കിൽ 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. ഇനി ഞാൻ ഇവിടുത്തെ ചില സംഖ്യകൾ അങ്ങ് മാറ്റി കളയുകയാണ്. ഇവിടുത്തെ എല്ലാ സംഖ്യകളും ഞാൻ മാറ്റി കളഞ്ഞു. അപ്പോൾ 80 ലഡു എത്രയാണ്? 80 ലഡു കുറച്ച് പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ, കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ, അപ്പോൾ 80 ലഡു കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 8 എണ്ണം വീതം കിട്ടി. ഒരാൾക്ക് 8 എണ്ണം വീതം കിട്ടി. ഇപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യത്തിൽ ഒരു ചെറിയ മാറ്റം വന്നു അല്ലേ? 80 ലഡു കുറച്ചു പേർക്ക് തുല്യമായി വീതിച്ചപ്പോൾ, കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 8 എണ്ണം വീതം ലഭിച്ചു. ഒരാൾക്ക് 8 എണ്ണം വീതം ലഭിച്ചുവെങ്കിൽ എത്ര പേർക്കാണ് വീതിച്ചത്? എത്ര പേർക്കാണ് വീതിച്ചത്? എത്ര പേർക്കാണ് വീതിച്ചത്? അതുപോലെ 63 ഓറഞ്ച് 7 പേർ കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ, 63 ഓറഞ്ച് കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 7 എണ്ണം വീതം കിട്ടിയെങ്കിൽ, ഒരാൾക്ക് 7 എണ്ണം വീതം കിട്ടിയെങ്കിൽ എത്ര പേർക്കാണ് വീതിച്ചത്? അതുപോലെ 45 ആപ്പിൾ എന്ത് ചെയ്തു? കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 5 എണ്ണം വീതം കിട്ടിയെങ്കിൽ, 45 ആപ്പിൾ കുറച്ച് ആൾക്കാർക്ക് തുല്യമായി വീതിച്ചപ്പോൾ ഒരാൾക്ക് 5 എണ്ണം വീതം കിട്ടിയെങ്കിൽ എത്ര പേർക്കാണ് തുല്യമായി വീതിച്ചത്? എത്ര പേർക്കാണ് തുല്യമായി വീതിച്ചത്? ഓക്കെ ആണല്ലോ. അപ്പോൾ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 80 കിട്ടുക? 10 കൊണ്ട് ഗുണിച്ചാൽ 80 കിട്ടും. അതായത് 80നെ 8 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. 80നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 കിട്ടും. ഓക്കെ ആണല്ലോ. അതുപോലെ 7നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 63 കിട്ടുക? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 63 കിട്ടുക. അതായത് 63നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടുന്നു. എന്ത് കിട്ടുന്നു? 9 കിട്ടുന്നു. അതുപോലെ 45നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ്, അങ്ങനെയല്ല, 5നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് 45 കിട്ടുക? 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 45 കിട്ടുക? 9 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടുമല്ലോ. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതായത് ഇതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്: രണ്ട് സംഖ്യകൾ ഗുണിക്കുമ്പോൾ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ ഈ വലിയ നമ്പറിനെ, ഇതിലെ വലിയ നമ്പറിനെ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റൊരു നമ്പർ കിട്ടും. ഇത്രയേ ഉള്ളൂ പറയുന്നത്. 10 ഗുണം 8 80 ആണ്. ഈ 80നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റൊരു നമ്പർ കിട്ടും. അതായത് 80 ഡിവൈഡഡ് ബൈ 8 സമം 10.
ഓക്കെ ആണല്ലോ. അതുപോലെ 80നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റേ നമ്പർ കിട്ടും. അത് എത്രയാണ്? 8 ആണ്. അതായത് 80 ഡിവൈഡ് ബൈ 10 സമം 8. ഓക്കെ ആണല്ലോ. പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ ആ വലിയ നമ്പറിനെ ഇതിൽ ഏതെങ്കിലും ആ രണ്ട് ചെറിയ നമ്പറിൽ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മറ്റേ രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ ആ വലിയ നമ്പറിനെ ചെറിയ നമ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 63 എന്നുള്ളത് 9 ഗുണം 7 ആണ്. അപ്പോൾ 9 ഗുണം 7 63 ആണെങ്കിൽ 63നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. 63നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 കിട്ടും. അതുപോലെ 63നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടും. 63നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. മനസ്സിലായല്ലോ. ദെൻ ഇവിടെയോ 9 ഗുണം 5 ആണ് 45. 9 ഗുണം 5 ആണ് 45. അങ്ങനെയാണെങ്കിൽ 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. അതുപോലെ 45നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുന്നുവെങ്കിൽ ആ വലിയ നമ്പറിനെ ആ രണ്ട് ചെറിയ നമ്പറുകളിൽ ഏതെങ്കിലും ഒരെണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. അപ്പോൾ ഇതാണ് ഡിവിഷന്റെ ഏറ്റവും ആദ്യത്തെ പാഠം. അപ്പോൾ ഡിവിഷനെ പറ്റിയുള്ള ഏറ്റവും ആദ്യത്തെ പാഠം ഏതാണ്? ഈ പറഞ്ഞതാണ്. അതായത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു വലിയ നമ്പർ കിട്ടുമെങ്കിൽ ആ വലിയ നമ്പറിനെ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ രണ്ടാമത്തെ നമ്പർ കിട്ടും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിലെ പേജ് നമ്പർ 35 ഏറ്റവും താഴെ ഒരു ടേബിൾ ഉണ്ട്. പേജ് നമ്പർ 35 ഏറ്റവും താഴെ ഒരു ചെറിയ ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ കുറച്ച് സംഖ്യകൾ ഉണ്ടാവും. ആ സംഖ്യകൾ തന്നെ എന്താണ്? ചിലത് എഴുതാതെ വിട്ടിട്ടുണ്ടാവും. എഴുതാതെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിൽ കുറേ സംഖ്യകളുണ്ട്. അതിൽ ചില സംഖ്യകൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതാതെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സംഖ്യ കണ്ടുപിടിക്കണം. അതായത് വലിയ സംഖ്യയാണ് തന്നിട്ടില്ലാത്തതെങ്കിൽ എന്ത് ചെയ്യണം? ചെറിയ രണ്ട് സംഖ്യകൾ കൂടി ഗുണിച്ചു നോക്കുക. ഇനി വലിയ സംഖ്യയും ഒരു ചെറിയ സംഖ്യയുമാണ് തന്നിരിക്കുന്നതെങ്കിലോ രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ആ വലിയ സംഖ്യയെ ചെറിയ ഒരു സംഖ്യ കൊണ്ട് തന്നിട്ടുള്ള സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞത്? സംശയമില്ലല്ലോ. അപ്പോൾ പേജ് നമ്പർ 35 ആ ഒരു ടേബിൾ നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങളുടെ അധ്യാപകന് പ്രിൻസിപ്പളിന് എന്ത് ചെയ്യുക? അത് മെസ്സേജ് അയച്ചു കൊടുക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. 36 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. The total price of 7 pence is 98 rupees. All of the same price. What is the price of 1 pen? അതായത് the total price of 7 pence is 98 rupees. All of the same prices. What is the price of 1 pen? അതായത് എന്താണ്? 7 പേനകളുടെയും വില 98 രൂപ. 7 പേനകളുടെ വില 98 രൂപ. 7 പേനകളുടെ വില 98 രൂപ. 7 പേനകളുടെ വില 98 രൂപയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? എല്ലാ പേനയുടെയും വില എന്താണ്? ഒരേ വിലയാണ്. എല്ലാ പേനയുടെയും വില ഒരേ വിലയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര? അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നാമത് ഒരു പേനയുടെ വിലയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 7 പേനകളുടെ വില. അപ്പോൾ 7 പേനകളുടെ വില എന്ന് അങ്ങനെ എഴുതോടെ? ടോട്ടൽ പ്രൈസ് ഓഫ് 7 pence അല്ലെങ്കിൽ പ്രൈസ് ഓഫ് 7 pence എന്ന് എഴുതിയാലും മതി. 7 pence. പ്രൈസ് ഓഫ് 7 pence എത്രയാണത്? 98 rupees. എത്രയാണ്? 98 rupees. അപ്പോൾ പ്രൈസ് ഓഫ് 7 pence is equal to 98 rupees. Then price of 1 pen. Price of 1 pen. ഒരു പേനയുടെ വില. Price of 1 pen is equal to
പ്രൈസ് ഓഫ് 1 പെൻ ഇസ് ഈക്വൽ ടു നോക്കാം എന്ത് ചെയ്യും 7 പേനയുടെ വില 98 രൂപയാണ്. എല്ലാ പേനയ്ക്കും ഒരേ വിലയാണെങ്കിൽ ഒരു പേനയുടെ വില എത്രയായിരിക്കും 98 ഡിവൈഡഡ് ബൈ 7 ശരിയല്ലേ 98നെ 7 കൊണ്ട് ഹരിക്കണം 98നെ 7 കൊണ്ട് ഹരിക്കണം ഓക്കെ ആണല്ലോ 98നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 7ന്റെ ടേബിൾ നമുക്കറിയാം 10 7 70 ആണ് 10 7 70 ആണ് 10 7 70 11 7 എത്രയാണ് 70നോടൊപ്പം 7 കൂട്ടി നോക്കിയാൽ 77 12 7 77 പോലെ വീണ്ടും 7 കൂട്ടി നോക്കുക 84 13 7 എത്രയാണ് 84നോടൊപ്പം വീണ്ടും 7 കൂട്ടുക 91 അല്ലേ 14 7 എത്രയായിരിക്കും 81നോടൊപ്പം വീണ്ടും 91നോടൊപ്പം 7 കൂട്ടി നോക്കുക 91നോടൊപ്പം 7 കൂട്ടി നോക്കുക എത്രയാണ് 98 ആണ്. അപ്പോൾ 14 ഗുണം 7 ആണ് 98 14 ഗുണം 7 ആണ് 98. അങ്ങനെയാണെങ്കിൽ 98 ഭാഗം 7 ഡിവൈഡഡ് ബൈ 7 എത്രയായിരിക്കും 98 ഡിവൈഡഡ് ബൈ 7 എത്രയായിരിക്കും 14 ആയിരിക്കും. അപ്പോൾ ഒരു പേനയുടെ വില എത്രയാണ് 14 രൂപയാണ് 14 റുപ്പീസ് ആണ് എന്തിന്റെ വില ഒരു പേനയുടെ വില. അപ്പോൾ 7 പേനയുടെ വില 98 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എന്തായിരിക്കും 98 ഭാഗം ഡിവൈഡഡ് ബൈ 7 എത്രയാണ് 14 ഗുണം 7 98 ആണ്. അങ്ങനെയാണെങ്കിൽ 98 7 കൊണ്ട് എഴുതാൻ 14 14 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ. ദെൻ രണ്ടാമത്തെ ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് അമൽ ബോട്ട് 6 നോട്ട്ബുക്സ് ഓൾ ഓഫ് ദ സെയിം പ്രൈസ്. അമൽ എന്ത് ചെയ്തു 6 ബുക്ക് മേടിച്ചു എല്ലാത്തിനും ഒരേ വിലയാണ്. He gave a 100 rupee note and the shopkeeper gave him 4 rupees back. അപ്പോൾ 6 നോട്ട്ബുക്ക് വാങ്ങിയിട്ട് അമൽ എന്ത് ചെയ്തു 100 രൂപ കടക്കാരന് കൊടുത്തു 100 രൂപ കടക്കാരന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു കടക്കാരൻ 4 രൂപ ബാക്കി കൊടുത്തു. അപ്പോൾ കച്ചവടക്കാരൻ എന്ത് ചെയ്തു 4 രൂപ അവന് ബാക്കി കൊടുത്തു അമലിന് ബാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എത്ര ഒരു ബുക്കിന്റെ വില എത്ര ഒരു ബുക്കിന്റെ വില എത്ര അപ്പോൾ 6 നോട്ട്ബുക്കാണ് മേടിച്ചത് എല്ലാത്തിനും ഒരേ വിലയാണ് 6 നോട്ട്ബുക്ക് വാങ്ങി എല്ലാത്തിനും ഒരേ വിലയാണ് 100 രൂപ കൊടുത്തപ്പോൾ 4 രൂപ ബാക്കി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ബുക്കിന്റെ വില എത്ര നോക്കാമല്ലോ. അപ്പോൾ 100 രൂപ കൊടുത്തപ്പോൾ 4 രൂപ ബാക്കി കൊടുത്തു എന്ന് വെച്ചാൽ 6 നോട്ട്ബുക്കിന്റെയും വില എടുത്തതിന് ശേഷം അല്ലേ 6 നോട്ട്ബുക്കിന്റെയും പ്രൈസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു ബാക്കിയാണ് ആർക്ക് കൊടുത്തത് അമലിന് കൊടുത്തത്. അപ്പോൾ എങ്ങനെ എഴുതാടേ പ്രൈസ് ഓഫ് 6 നോട്ട്ബുക്സ് ഈസ് ഈക്വൽ ടു അപ്പോൾ 6 നോട്ട്ബുക്കിന്റെ വില നമ്മൾ എന്ത് ചെയ്യണം കണ്ടെത്തണം 6 നോട്ട്ബുക്കിന്റെ വില നമ്മൾ കണ്ടെത്തണം. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു 7 പേനയുടെ വില എത്രയാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ എങ്ങനെ പറയുന്നില്ല ചോദ്യത്തിൽ പറയുന്നുണ്ട് പക്ഷേ നേരെ പറയുന്നില്ല അല്പം എന്ത് ചെയ്തു വളച്ചു ചുറ്റിയാണ് പറയുന്നത് അല്ലേ ശരിയല്ലേ 100 രൂപ കൊടുത്തപ്പോൾ ബാക്കി 4 രൂപ കൊടുത്തു എന്നാണ് 6 നോട്ട്ബുക്കിന്റെ വിലയെ പറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 6 നോട്ട്ബുക്കിന്റെ വില എത്രയായിരിക്കും 100 രൂപ കൊടുത്തപ്പോൾ 4 രൂപ ബാക്കി കൊടുത്തെങ്കിൽ 100 മൈനസ് 4 ശരിയല്ലേ 100 മൈനസ് 4 ആകെ ഒരു 100 രൂപ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു 4 രൂപ ബാക്കി കൊടുത്തു. അപ്പൊ നമ്മൾ 100 4 കുറയ്ക്കും സബ്ട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും 96 എന്ന് കിട്ടും. എന്ത് കിട്ടും 96 എത്രയാണ് 96 രൂപയാണ് ബുക്കിന്റെ വില. അപ്പൊ 96 റുപ്പീസ് ആണ് എന്തിന്റെ വില 6 നോട്ട്ബുക്കിന്റെ വില. അപ്പൊ പ്രൈസ് ഓഫ് 1 ബുക്ക് എത്രയായിരിക്കും പ്രൈസ് ഓഫ് 1 നോട്ട്ബുക്ക് അല്ലെങ്കിൽ 1 ബുക്ക് എത്രയായിരിക്കും അവിടെ 6 ബുക്കിന്റെ വില 96 ആണെങ്കിൽ ഒരു ബുക്കിന്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 96നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ശരിയല്ലേ 96 ഡിവൈഡഡ് ബൈ 6 നമ്മൾ എത്ര കിട്ടും 6ന്റെ ടേബിൾ നമുക്ക് ഇവിടെ വരെ അറിയാം 10 വരെ അറിയാം അല്ലേ 10 ഗുണം 6 60 ആണ് 10 ഗുണം 6 60 ആണ്. ടേബിളിന്റെ പ്രത്യേകത എന്താണ് 6ന്റെ ടേബിൾ എന്നാൽ 6 വീതം കൂടി കൂടി പോകുന്നു 6ന്റെ ടേബിൾ എന്നാൽ 6 വീതം കൂടി കൂടി പോകുന്നു ശരിയല്ലേ. അപ്പോൾ 10 ഗുണം 6 60 11 ഗുണം 6 എത്രയായിരിക്കും 60നോടൊപ്പം 6 കൂട്ടുക 66 12 ഗുണം 6 എത്രയാണ് 72 66നോടൊപ്പം 6 കൂട്ടി 13 ഗുണം 6 എത്രയാണ് 66നോടൊപ്പം 72നോടൊപ്പം 6 കൂട്ടി അപ്പൊ എത്ര 78 ശരിയല്ലേ. അങ്ങനെ കൂട്ടി കൂട്ടി പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിന്റെ വില കിട്ടും എത്രയാണത് 16 രൂപ എന്ന് കിട്ടും. എത്ര കിട്ടും 16 രൂപ
രൂപ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമോ, ആ 6ന്റെ ടേബിൾ നോക്കുമ്പോൾ 16 ഗുണം 6 96 എന്ന് കിട്ടും. 16 ഗുണം 6 96. 16 ഗുണം 6 96 ആണെങ്കിൽ 96/6 എത്രയായിരിക്കും? 16 ആയിരിക്കും. 96/6 16. ഓക്കെ ആണല്ലോ? 96/6 16. ക്ലിയർ ആണല്ലോ? അപ്പോ 16 റുപ്പീസ് ആണ് എന്തിന്റെ വില? ഒരു ബുക്കിന്റെ വില. 16 റുപ്പീസ് ആണ് ഒരു ബുക്കിന്റെ വില. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ നോക്കാമല്ലോ. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 98 രൂപ. 7 പേനയുടെ വില 98 ആണെന്ന് അവരെന്ത് ചെയ്തു? ചോദ്യത്തിന് പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ബുക്കിന്റെ വില നേരിട്ട് പറയാതെ എന്ത് ചെയ്തു? അല്പം വളച്ചു ചുറ്റി പറഞ്ഞു. അതായത് 100 രൂപ കൊടുത്തപ്പോൾ, 6 ബുക്ക് വാങ്ങിയ ശേഷം 100 രൂപ കൊടുത്തപ്പോൾ 4 രൂപ കടക്കാരൻ ബാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബുക്കിന്റെ വില കണ്ടുപിടിക്കാൻ അവൻ കൊടുത്ത പൈസയിൽ നിന്ന് എന്ത് ചെയ്യും? കടക്കാരൻ ബാക്കി കൊടുത്ത പൈസ കുറയ്ക്കും അല്ലെ? വേറെ കൊടുത്ത തുക, അവര് കൊടുത്ത പൈസയിൽ നിന്നും കടക്കാരൻ ബാക്കി കൊടുത്ത തുക കുറയ്ക്കുമ്പോൾ 6 നോട്ട് കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 6 നോട്ട് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? ആ വിലയെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഹരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 96 children came for volleyball practice and they were divided into groups of 8. How many groups would be there? അതായത് എന്ത് ചെയ്തു? 96 കുട്ടികൾ വോളിബോൾ പ്രാക്ടീസിന് വന്നപ്പോൾ, വോളിബോൾ അറിയാമല്ലോ? 96 കുട്ടികൾ വോളിബോൾ പ്രാക്ടീസിന് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ 96 പേരെയും 8 ഗ്രൂപ്പുകളാക്കി മാറ്റി. മീൻസ് 8 ഗ്രൂപ്പുകളാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ടാകും? എന്ത് ചെയ്യും? 96നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് എഴുതും? നമ്പർ ഓഫ് ചിൽഡ്രൻ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് എഴുതും 96. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണത്? 8. ദെൻ എന്താണ്? ചിൽഡ്രൻ ഇൻ വൺ ഗ്രൂപ്പ്, ചിൽഡ്രൻ ഇൻ വൺ ഗ്രൂപ്പ് എത്രയാണ്? 96/8 കണ്ടുപിടിക്കാമല്ലോ. അതെന്ത് ചെയ്യുക? സ്വന്തമായിട്ട് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത ചോദ്യം വളരെ രസകരമായ ചോദ്യമാണ് അടുത്തത്. Some cars and autorickshaws are parked in a ground. ഒരു ഗ്രൗണ്ടിൽ കുറെ കാറുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്തിരിക്കുന്നു. കാറുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്തിരിക്കുന്നു. നന്ദു says, നന്ദു പറഞ്ഞു, there are 100 wheels in all. അപ്പൊ നന്ദു പറഞ്ഞു എന്തുണ്ട്? അവിടെ എല്ലാത്തിനും കൂടി 100 വീലുകളുണ്ട്. അപ്പൊ അവിടുത്തെ എല്ലാ വാഹനങ്ങൾക്കും കൂടി 100 വീലുണ്ട്. അതായത് കാറുകൾക്കും ആട്ടോകൾക്കും എല്ലാത്തിനും കൂടെ ചേർത്ത് അവിടെ എന്തുണ്ട്? 100 വീലുണ്ട്. അപ്പൊ റിയാസ് പറയുകയാണ്, റിയാസ് says there are 12 autorickshaws. എന്താണ്? അവിടെ 12 ഓട്ടോറിക്ഷകളാണുള്ളത്. അപ്പൊ റിയാസ് പറഞ്ഞു എന്താണ്? അവിടെ 12 ഓട്ടോറിക്ഷകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര കാറുകൾ ഉണ്ടാകും? അപ്പൊ ഒരു ഗ്രൗണ്ടില് കുറെ ഓട്ടോറിക്ഷകളും കാറുകളും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്ദു പറഞ്ഞു, ഇത് കണ്ട് നന്ദു പറഞ്ഞു എല്ലാം കൂടി അവിടെ 100 വീലുണ്ട്. എല്ലാം കൂടി അവിടെ 100 വീലുണ്ട്. അപ്പൊ റിയാസ് പറഞ്ഞു അവിടെ 12 ഓട്ടോറിക്ഷയുണ്ട്. അപ്പൊ റിയാസ് എന്നെ നോക്കി പറഞ്ഞു അവിടെ 12 ഓട്ടോറിക്ഷയുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാർ ഉണ്ടായിരിക്കും? അപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു കാറിന് എത്ര വീലാണുള്ളത്? 4 വീലാണുള്ളത് അല്ലേ? ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3 വീലും. ഒരു കാറിന് 4 വീലും ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3 വീലുമാണുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ 12 ഓട്ടോറിക്ഷ ഉണ്ടെന്ന് പറയുന്നു. 12 ഓട്ടോറിക്ഷയുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഓട്ടോറിക്ഷ എത്രയാണ്? നമ്പർ ഓഫ് ഓട്ടോറിക്ഷാസ് ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞു? 12. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോയ്ക്ക് 3 വീലാണല്ലോ. അങ്ങനെയാണെങ്കിൽ 12 ഓട്ടോറിക്ഷയ്ക്ക് കൂടി എത്ര വീലുണ്ടാകും? നമ്പർ ഓഫ് വീൽസ്, നമ്പറിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് വീൽസ് എത്രയാണ്? 12 ഗുണം 3. 12 ഗുണം 3 എത്രയാണ്? 12 ടേബിൾ അറിയില്ലെങ്കിൽ 3 ടേബിൾ ആലോചിച്ച് നോക്കുക. 10 ഗുണം 3 30 ആണ്. 11 ഗുണം 3 33. 12 ഗുണം 3 36. ശരിയല്ലേ? അപ്പൊ എത്രയുണ്ട്? 12 ഗുണം 3 എത്രയാണ്? 36 ആണ്. 36. അപ്പോ എത്ര വീലുണ്ട്? 12 ഓട്ടോയ്ക്കും കൂടി 36 വീലുണ്ട്. ശരിയല്ലേ? അപ്പോ ഒരു ഓട്ടോയ്ക്ക് 3 വീലുണ്ട്, 12 ഓട്ടോയ്ക്ക് കൂടി 36 വീലുണ്ട്. അവിടെ ആകെ എത്ര വീലുണ്ട്? 100 വീലുണ്ട്. ശരിയല്ലേ? ആകെ
100 ടയർ ഉണ്ട്, 100 ടയർ ഉണ്ട്, 100 വീലുണ്ട്. അങ്ങനെയാണെങ്കിൽ കാറിന് എത്ര വീല് കാണും? ആകെയുള്ള 100 വീലിൽ നിന്നും ഓട്ടോറിക്ഷകളുടെ വീലിന്റെ എണ്ണം കുറച്ചാൽ പോരെ? മതിയല്ലോ. അപ്പോ ടോട്ടൽ വീൽസ് എത്രയാണ്? ടോട്ടൽ വീൽസ് ചോദ്യത്തിൽ പറയുന്നത് എത്രയാണ്? ടോട്ടൽ വീൽസ് ഇസ് ഈക്വൽ ടു 100. ഓക്കെ. അപ്പോ അർത്ഥം എന്താണ്? വീൽസ് ഓഫ് ഓൾ കാർസ്, എല്ലാ കാറുകളുടെയും കൂടി വീലുകളുടെ എണ്ണം, വീൽസ് ഓഫ് ഓൾ കാർസ് എത്രയാണ്? 100 സബ്ട്രാക്റ്റഡ് ബൈ 36 അല്ലേ? 100 മൈനസ് 36, 100 കുറയ്ക്കണം 36 അല്ലേ? ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? മൈനസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മൈനസ്. സബ്ട്രാക്ഷന്റെ ഈ ഒരു സൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈനസ്. അപ്പൊ 100 മൈനസ് 36, 100 നിന്ന് 36 കുറച്ചാൽ എത്രയാണ്? കുറച്ച് നോക്കിക്കേ, 64 അല്ലെ? എത്രയാണ്? 64. അപ്പൊ എല്ലാ കാറുകൾക്കും കൂടി 64 വീലുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു കാറിന് എത്ര വീലാണ്? 4 വീലാണ്. അപ്പൊ എത്ര കാർ ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് കാർസ് എത്രയാണ്? 64 ഭാഗം 4. 64 ഡിവൈഡഡ് ബൈ 4. 64 ഡിവൈഡ് ബൈ 4. 4ന്റെ ടേബിൾ ഒന്ന് പറഞ്ഞു നോക്ക്. 4 ഗുണം 10 40. 4 ഗുണം 11 എത്രയായിരിക്കും? 44. 40നോടൊപ്പം 4 കൂടി. 4 ഗുണം 12 48. 4 ഗുണം 13 എത്രയാണ്? 52. 4 ഗുണം 14 എത്രയാണ്? 56. 4 ഗുണം 15 60. 4 ഗുണം 16 അതുകൊണ്ട് വീണ്ടും 4 കൂടി 64. അപ്പോ കാറുകളുടെ എണ്ണം എത്രയാണ്? 16. കാരണം 4 ഗുണം 16 64 ആണ്. അങ്ങനെയാണെങ്കിൽ 64 ഡിവൈഡ് ബൈ 4 എത്രയായിരിക്കും? 16 ആയിരിക്കും. അപ്പൊ കാറുകളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. കാറുകളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. ഓക്കെ ആണല്ലോ? കാറുകളുടെ എണ്ണം 16. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? പറഞ്ഞല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം ചെയ്യാം. Eight rolls of cloth, each of 76 meters. 8 റോള് തുണി. അപ്പൊ എന്താ, നമ്മൾ തുണി നമ്മൾ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ നമ്മൾ ഷർട്ടിന്റെ തുണി എടുക്കാൻ പോയാൽ നമ്മളിപ്പോ എല്ലാവരും എന്താണ് മേടിക്കുന്നത്? ഷർട്ട് തയ്പ്പിച്ച്, അത് റെഡിമെയ്ഡ് ഷർട്ടാണ് നമ്മൾ മേടിക്കുന്നത് അല്ലേ? റെഡിമെയ്ഡ് ഷർട്ടും പാൻസും ഒക്കെയാണ് മേടിക്കുന്നത്. എന്നാൽ അവിടുത്തെ ഒരു സെക്ഷനിൽ പോയി നോക്കിയാൽ അറിയാം, ഷർട്ടിന്റെ തുണി തരാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു കമ്പിൽ തുണി ഇങ്ങനെ ചുറ്റി വെച്ചേക്കും അല്ലെ? അതിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? എടുത്തിട്ട് അളന്ന് മുറിച്ച് തരുന്നത്. ശരിയല്ലേ? അപ്പോ റോളുകളാക്കിയാണ് എന്ത് വെക്കുന്നത്? കടകളിൽ തുണി വെക്കുന്നത്. അപ്പൊ ഇവിടെ 8 റോൾസ് ഓഫ് ക്ലോത്ത്, 8 റോൾസ് ഓഫ് ക്ലോത്ത്, ഈച്ച് ഓഫ് 76 മീറ്റേഴ്സ്. അപ്പൊ 8 റോള് തുണി. ഓരോ തുണിയും, ഓരോ റോളും 76 മീറ്റർ. ഓരോ റോളും 76 മീറ്റർ. അതായത് ഒരു റോളിലെ തുണിയുടെ നീളം 76 മീറ്റർ. ആർ ബോട്ട് ഫോർ ബോയ്സ് യൂണിഫോം ഇൻ എ സ്കൂൾ. എന്തിനു വാങ്ങി? ഒരു സ്കൂളിലെ അവിടുത്തെ ബോയ്സിന്, ആൺകുട്ടികൾക്ക് യൂണിഫോമിന് എന്ത് ചെയ്തു? 8 റോള് തുണി മേടിച്ചു. 8 റോള് തുണി മേടിച്ചു. ഒരു റോളിൽ 76 മീറ്റർ നീളത്തിൽ തുണിയുണ്ട്. Then using one roll, ഒരു റോൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? അതുപോലെ ഈച്ച് ബോയ് ഈസ് ടു ബി ഗിവൺ 4 മീറ്റർ. ഓരോ കുട്ടിക്കും 4 മീറ്റർ തുണി വേണം. യൂസിംഗ് വൺ റോൾ, ഹൗ മെനി ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത്. ഒരു റോൾ ഉപയോഗിച്ച് എത്ര കുട്ടിക്ക് കൊടുക്കാം? ഹൗ മെനി ബോയ്സ് യൂസിംഗ് ഓൾ ദി 8 റോൾസ്. 8 റോളും എത്ര കുട്ടികൾക്ക് കൊടുക്കാം? ഇപ്പൊ ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. 8 rolls of cloth, each of 76 meters, are bought for boys uniform in a school. Each boy is to be given 4 meters. Using one roll, how many boys can be given cloth? How many boys using all the 8 rolls? Okay. അപ്പോ 8 റോള് തുണി എന്ത് ചെയ്തു? ഒരു സ്കൂളിലെ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് യൂണിഫോമിനായിട്ട് മേടിച്ചു. ഒരു റോളിൽ 76 മീറ്റർ ഉണ്ട്. ഒരു കുട്ടിക്ക് യൂണിഫോമിന് 4 മീറ്റർ തുണി വേണം. ഒരു കുട്ടിക്ക് യൂണിഫോമിന് 4 മീറ്റർ തുണി വേണം. മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, മീറ്റർ എന്ന് പറയുന്നത് നീളം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ്. മീറ്റർ നീളം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ്. അപ്പോ ഒരു കുട്ടിക്ക് 4 മീറ്റർ തുണി വേണം. അങ്ങനെയാണെങ്കിൽ ഒരു റോൾ ഉപയോഗിച്ച് എത്ര കുട്ടികൾക്ക് കൊടുക്കാം? ഒരു റോൾ ഉപയോഗിച്ച് എത്ര ആൺകുട്ടികൾക്ക് യൂണിഫോമിന് കൊടുക്കാം? 8 റോൾ എത്ര പേർക്ക് കൊടുക്കാം?
ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ശരി, നോക്കിക്കൊള്ളുക. അപ്പൊ എന്താണ് ലെങ്ത് ഓഫ് ക്ലോത്ത് ഫോർ വൺ ബോയ്, അതായത് ഒരു കുട്ടിക്ക് വേണ്ട തുണിയുടെ നീളം, ലെങ്ത് ഓഫ് ക്ലോത്ത് ഫോർ വൺ ബോയ് എത്രയാണ്? 4 മീറ്റർ ആണ്. എത്രയാണ്? 4 മീറ്റർ ആണ്. എത്രയാണ്? 4 മീറ്റർ ആണ്. Then അടുത്തത് നമ്പർ ഓഫ് ബോയ്സ് യൂസിങ് വൺ റോൾ, ഒരു റോൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു റോൾ എത്ര പേർക്ക് കൊടുക്കാമെന്നാണ്. ഒരു റോൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 76/4. ശരിയല്ലേ? 76/4. 76/4 നമുക്കറിയാം 4 × 10 40 ആണ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തി എത്രയാണ്? 4 × 14 നമ്മൾ കണ്ടെത്തി. എത്രയെന്ന് കണ്ടെത്തി? 4 × 14, 4 × 16 നമ്മൾ കണ്ടെത്തി. എത്രയാണ് കണ്ടെത്തി? 64 എന്ന് കണ്ടെത്തി. ശരിയല്ലേ? 4 × 16 64 നമ്മൾ കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ 4 × 17 എത്രയായിരിക്കും? 68 ആയിരിക്കും. 4 × 18 68 + 4 72. 4 × 19 72 + 4 76. അപ്പോൾ 4 × 19 76 ആണെങ്കിൽ 76 ÷ 4 എത്രയായിരിക്കും? 19 ആയിരിക്കും. അപ്പോൾ ഒരു റോൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം 19. ചോദ്യം കിട്ടിയല്ലോ. Then അടുത്തത് എന്താണ്? എത്ര കുട്ടികൾക്ക്, അതായത് 8 റോൾ എത്ര കുട്ടികൾക്ക് വേണ്ടി വരും? നമ്മുടെ ചോദ്യം എങ്ങനെയാണ് പറയുന്നത്? ഹൗ മെനി ബോയ്സ് യൂസിങ് 8 റോൾസ്, അല്ലേ? 8 റോൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ എണ്ണം. ഹൗ മെനി ബോയ്സ് യൂസിങ് 8 റോൾസ് എത്രയായിരിക്കും? ഒരു റോൾ 19 പേർക്ക് ഉപയോഗിക്കാമെങ്കിൽ 8 റോൾ എത്ര പേർക്ക് ഉപയോഗിക്കാം? നമ്മൾ എന്ത് ചെയ്യും? ഒരു റോൾ 19 പേർക്ക് ഉപയോഗിക്കാം. അപ്പൊ 8 പേർക്ക് എത്ര ഉപയോഗിക്കാം? 19 × 8 ഉപയോഗിക്കാം. 19 × 8 ഉപയോഗിക്കാം. ശരിയല്ലേ? 19 × 8. 19 × 8 എത്രയാണ്? 19 × 8 ഗുണിച്ച് നോക്കാം. 8 × 9 72. 72. 19 × 8. 8 × 9 72. ശിഷ്ടം എത്രയാണ്? 7 ആണ്. 1 × 8 8 8 7 15 152. അപ്പോൾ എത്ര പേർക്ക് ഉപയോഗിക്കാം? 152 പേർക്ക് ഉപയോഗിക്കാം. എത്രയാണ്? 152 പേർക്ക് എന്ത് ചെയ്യാം? ആ 8 റോൾ തുണിയും ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്താണ് ഡിവിഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ 35 36 പേജിലെ കണക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഒരു ചോദ്യം നോക്കുന്നുണ്ട്, ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്തത്? ഇവിടെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുക.